റോങ് പരിപാടിയായിരുന്നു. പലരും ചോദിച്ചു എന്താ ഈ റോങ്, ശരിയല്ലാത്തൊരു പരിപാടി ഇവിടെ നടത്തിയെന്നാ അവർ പറയുന്നത്. ഇവിടെ SYS SF എല്ലാം കൂടിയിട്ട് പണ്ടൊരു പരിപാടി നടത്തിയത്. പരിപാടിയെ കുറിച്ചാണ് ഇവിടെ ഭയങ്കര വിഷയാക്കിയത്. അത് മൂപ്പരെ എവിടുന്നാ തുടങ്ങിയത്? മുതലക്കുളത്തെ പ്രസംഗമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ എന്റെ സത്യാവസ്ഥ ഞാൻ ആദ്യം ഒന്നാണ് പറഞ്ഞുതരാം, ശരിക്കും കേട്ടോളൂ. ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഞാനത് പറയും. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു, എനിക്കും മാഫിദ് ഉസ്താദിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള കാരണം ഞങ്ങൾ ശക്തമായി സുന്നത്ത് ജമാഅത്ത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒന്ന്. രണ്ട്, മർക്കസിൽ ഷഹർ മുബാറക്ക് വന്നപ്പോ ഞങ്ങൾ അതിന് പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാലോ, ആക്കോട് വന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ പൊന്മളയുമ്പോൾ തന്നെ നിർത്ത്, ഇനി പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എന്തേക്കും പ്രസംഗം നിർത്താൻ പറയുന്നത്? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാ ഞങ്ങൾ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല. ഞങ്ങൾ പറയാൻ വിചാരിക്കുകയാണ്, ഞങ്ങൾക്ക് അന്ന് തന്നെ പറഞ്ഞൂടെ? ഒരു കൊല്ലം ഞങ്ങൾ ആദർശ മുന്നേറ്റം നടത്തിയിട്ട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഞങ്ങൾ കള്ളന്മാരും നിങ്ങൾ സ്വാലികളും, അത് വേണ്ട. അപ്പൊ ഉള്ളതാണ് പറഞ്ഞു കൊടുക്കുക, ഉള്ളത് മാറി പറഞ്ഞുതരാ. അത് അതിലൊരു വ്യത്യാസമില്ല. ഷഹർ മുബാറക്കിന് വേണ്ടി ഞങ്ങൾ പ്രസംഗിച്ച് നടന്നപ്പോ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസംഗിക്കാൻ പാടില്ല. അതെന്താ സംഭവം? ഞങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഞങ്ങൾ അന്വേഷണം പോയത് വലിയ അപകടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർക്കോ പേരോട് അബ്ദുറഹ്മാൻ തഖാഫിക്കോ ഇതിൽ വിശ്വാസമല്ല. അവിടെയാണ് ലാസ്റ്റ് ഞങ്ങൾ ചെന്നെത്തിയത്. അതിന് തെളിവ് ഞങ്ങളെ കയ്യിൽ ഒരുപാട് കിട്ടി. ജിഷാൻ ഒരുപാട് ക്ലിപ്പുകൾ എന്നെ കേൾപ്പിച്ചു. അതിലൊക്കെ പറയുന്നത് ഇവർ ഈ സംസാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇജ്ജ് അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിക്കൂല. കാരണം അതിപ്പോ ക്ലിപ്പ് ഉണ്ടാക്കാലോ, ഇവരെ വാശി പറഞ്ഞു ഉണ്ടാക്കലൊന്നും നടക്കൂലോ. അതൊക്കെ പരിശോധിക്കാനുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ക്ലിപ്പാക്കാൻ പഠിപ്പിച്ചെന്നൊരു ഉസ്താദ് ഉണ്ട് ഞങ്ങൾക്ക്. അതാരെങ്ങൾക്ക് അറിയോ? പേരോട് ഉസ്താദ് തന്നെ. ഇതിനൊക്കെ പഠിപ്പിച്ചതിന് മുമ്പ് തന്നെ ഞങ്ങൾ മനസ്സിലാക്കണം. പണ്ട് കക്കാട് ഫൈസിന്റെ അടുത്തേക്ക് രാമന്തളിയെ പറഞ്ഞയച്ചു. എങ്ങനെ പറഞ്ഞേച്ച്? 4 റെക്കോർഡുള്ള സാധനം ഒന്നിച്ചു കൊടുത്തു. ഒന്ന് ഇവിടെ ഒന്ന് അവിടേക്ക് വെച്ചിട്ട് വെല്ലെ പോയി പിടിക്കുക. അപ്പൊ കക്കാട് ഫൈസ് പറഞ്ഞു, മോനജിന്റെ ശിഷ്യനാണല്ലോ, അതുകൊണ്ട് അതെല്ലാം ഓഫാക്കിയിട്ട് കാര്യം മതി, പേരോട് പറഞ്ഞയച്ചതായിരിക്കില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ എല്ലാം ഓഫാക്കി, ഒന്ന് മാത്രം ബാക്കിയാക്കി. അതും പേരോടിനെ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് പോലെ തന്നെയാണ്. അപ്പൊ നോക്കുമ്പോ എന്നെ വിളിച്ചു കൊണ്ടുപോയി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. ജിഷാൻ പറഞ്ഞു, അഹ്സനി വരും, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പൊന്മള വീട്ടിൽ ചെന്നു. ഞാൻ 2 മണിക്കൂർ എനിക്ക് ക്ലാസ് എടുത്തു തന്നു. മോനെ, അത് പറയാൻ പാടില്ല. ആണോ? ഉമ്മാക്ക് വെള്ളം കൊടുത്തു അപ്പോഴും പറഞ്ഞു. കാരണം എന്താ? മൂപ്പര് കുടിക്കൂല. ഉമ്മാക്ക് വിശ്വാസമുള്ളവർക്ക് കുടിക്കാതെ മൂപ്പർക്ക് അഭിപ്രായമുണ്ട്. അള്ളു പറയണല്ലോ, മൂപ്പർക്ക് വിശ്വാസമില്ല, അവിടെ മൂപ്പര് കാലത്തും കുടിക്കൂലേ. ഉമ്മാക്ക് പാവല്ലേ, വിശ്വാസം ഉണ്ടാവും, കുടിച്ചുകൊണ്ടാവും. അത് വേറൊരു വിഷയം. ഞാൻ പറയുന്നത്, മൂപ്പർക്കും വിശ്വാസമല്ല, സെക്രട്ടറിക്കും വിശ്വാസമല്ല. ഈ പറഞ്ഞ ടീമിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ SKSS-വുമായി ചർച്ച വരെ നടത്തുന്ന ഇവരെ ഈ നിഫാക്ക് കണ്ടിട്ടാ പുറത്തു വന്നിട്ട് പത്രസമ്മേളനത്തിൽ ഇവർ പുറത്തു വന്നിട്ട് പ്രസംഗിക്കാൻ ഇവർ. ഉള്ളിലോ AP ഉസ്താദിനെ കുറിച്ചല്ല ഈ പറയുന്നത്, സുലൈമാൻ ഉസ്താദിനെ കുറിച്ചല്ല. അവരിൽ നിന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. അതേ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായതേ പറയാവൂ. അത് നിങ്ങൾ ആദ്യം ഞാൻ കൃത്യമായിട്ട് കേൾപ്പിച്ച ഓൽക്കതിൽ വിശ്വാസമല്ല ഉണ്ട്. നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിശ്ചയിച്ചാൽ അതിന്റെ ക്ലിപ്പടക്കം ഞാനിടും. അപ്പൊ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്തീനോന്ന് ചോദിക്കണ്ട. അത് നിങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. എന്താ ചെയ്യാ, നിങ്ങൾ എന്നെ അനുഭവിക്കുക. അതവിടെ ഇരിക്കട്ടെ സഹോദരങ്ങളെ. അങ്ങനെ പല സ്ഥലത്തു വാർത്ത വന്നു, പൊന്മളക്കും പേരോടൊന്നും വിശ്വാസമല്ല. ഇവരാകെ അടങ്ങാറായി. അവസാനം അതാ മുതലക്കുളത്തൊരു സമ്മേളനം വിളിച്ചു. മുതലക്കുളത്ത് വെച്ച സമ്മേളനത്തിൽ അതാ പേരോടിന്റെ പ്രസംഗം. ഇല്ല കേട്ടോ, നമ്മളെ പ്രിയപ്പെട്ട പൊന്മള ഉസ്താദിന് അതിൽ വിശ്വാസമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞ് ക്ലിപ്പിട്ടവര് തട്ടിപ്പ് നടത്തിയതാണ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് റോങ് പരിപാടി എന്ന് പറഞ്ഞത് ആക്കോട് വെച്ച് ഇവര് സ്വീകരണം നൽകിയതിനെ കുറിച്ച് പറഞ്ഞതാണ്, എയർപോർട്ടിലേക്ക് ആനയിച്ചതിനെ കുറിച്ച് പറഞ്ഞതാണ്, അല്ലാതെ മർക്കസിലുള്ളതിനെ കുറിച്ച് പറഞ്ഞതല്ല. അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ആ തലക്കന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുതരാ. ഏതാ റോങ് അല്ലാത്തത് ഒക്കെ നമ്പർ ഇട്ട് പറഞ്ഞു തരാം. ആദ്യം മുതലക്കുളത്തെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. ആക്കോട് നടത്തിയ പരിപാടിയാണ് റോങ് എന്ന് പറഞ്ഞത് എന്ന് കോഴിക്കോട്ടെ മുതലക്കുളത്ത് ആയിരങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് മുമ്പ് പ്രസംഗിക്കുകയാണ്. ഇതിന് പൊന്മള പോലെ ക്ലിപ്പ് മുമ്പ് ഇട്ടുകൊടുക്കുക. അതാ ശരിയായ ക്ലിപ്പ്. പക്ഷെ ആ ക്ലിപ്പിൽ വലിയ തട്ടിപ്പ്. എന്താ തട്ടിപ്പ്? അതിന്റെ ആദ്യം ഒരു 10 സെക്കൻഡ് മുറിച്ച് കളഞ്ഞിട്ടാണ് മുമ്പിട്ട്. ആദ്യത്തും കൂടി ഇട്ടാ കള്ളി പൊളി. അത് ഞാൻ പിന്നിട്ടരും. ഈ കള്ളന്മാരെ പിടിക്കലാണല്ലോ ഞങ്ങളെ പണി. അതിന് ഇതുവരെ ഞങ്ങൾക്ക് അവസരമില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങള് വിരോധികൾ നിങ്ങൾ നല്ലോണം. അത് വേണ്ട.
ഞങ്ങൾ ഞങ്ങളുടെ ആശയം ഞങ്ങൾ പറയും. അത് ഞങ്ങൾ പറഞ്ഞുതരാം, കൃത്യമായി എഴുതിത്തരാം. ആദ്യം മുതലക്കുളത്ത് മൂപ്പര് പറയുന്നതും പൊന്മള മൊയിലേരുടെ ക്ലിപ്പിടുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ ശരിയായ ക്ലിപ്പ് ഞാനൊന്ന് ഇട്ടുതരാം. നമുക്ക് പറഞ്ഞ വിഷയം ഇത് പരിശോധിക്കാൻ പോയി. അതുപോലെ തന്നെ ജീലാനി തങ്ങളുടെ ഒരു മുടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ ചില ആളുകൾ ഒരു മുടിക്ക് ഒരു സ്വീകരണം കൊടുത്തു ആക്കോട് വെച്ച്, പിന്നെ ഒരു ആനയിക്കൽ കൊടുത്തു എയർപോർട്ടിലേക്ക്. അത് റോങ് പരിപാടിയാണെന്ന് ഉസ്താദിന് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. അതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും മധ്യഭാഗവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വെച്ചു. ജീലാനി തങ്ങളെ മുടിയിൽ നിന്ന് വെക്കാൻ, പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുടിയിൽ നിന്ന് വെക്കാൻ ഈ എളുപ്പം കൊണ്ടാണ്. എന്നിട്ട് അയിമൽ കുറെ ആള് അതിനേക്കാളിപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങളെ ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ. ഇയാൾ എന്തിനാണ് പഠിച്ചാണ് ഇതിന്റെ പിന്നെ ഞാൻ ഫുള്ള് നിങ്ങളൊന്ന് കേട്ടോ. ജീലാനി തങ്ങളുടെ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ നേരെ മുമ്പ് പേരോട് അവിടുന്ന് അത് നിങ്ങൾ ഫുള്ളൊന്ന് കേൾക്കുക. ഇത് പൊന്മള പോയിലേക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് ഇടുന്നത്. പണ്ട് നാദാപുരത്ത് വഹാബി ലാ കട്ട പോലെ ലാ തങ്കത്തി ഉബിൽ മൗത്ത് കറാമത്ത് മുജ്ജത്ത് മരണം കൊണ്ട് മുറിയിലാന്നാ, അതിന് ലാമാണ് കട്ടി. അപ്പൊ എന്താ ഈ തങ്കത്തി ഉബിൽ മൗത്ത് മരണം കൊണ്ട് മുറിയും. അപ്പൊ ഇതേ പണി പേരോട് നേരെ മൂപ്പര് പറയാണ്, ഒന്നെന്നെ തീരുമാനമായിട്ടില്ല എന്നിട്ടാണോ വേറെ വന്നത്. ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചു പറയണം. ആ വാക്ക് കട്ട് ചെയ്തിട്ടാണ് പേരോട് കൽപ്പിച്ചത്. ഹലോ, ഒന്ന് കൽപ്പിച്ചോളൂ. അതിന്റെ ആദ്യം മുതൽക്ക് ഈശാനയുള്ള സംഭാഷണം. ശരി ശരി. പിന്നെ യാത്രയിൽ ഇപ്പം സുഖാര്യം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇപ്പൊ ഉസ്താദ് സ്വകാര്യ നിങ്ങൾ വരെ ഞാൻ അങ്ങനത്തെ ട്രെയിൻ കയറിയില്ല, വണ്ടിയിലാണ്. നമ്മളെ വണ്ടിയിലെപ്പോഴും കോഴിക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരി. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുള്ള ബുദ്ധിമുട്ടല്ല പറഞ്ഞിട്ടാ ആരും കേൾക്കണില്ല. എല്ലാ ഉസ്താദ് ഇതേടെല്ല പോയിട്ട് എത്തി. ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയുന്നത്? ഇല്ലല്ല. ആര്? ഈ ജാലിയവാല മർക്കസിൽ വന്നിട്ടുണ്ട്. എന്ന് ഇയാള് മെഞ്ഞാന്ന് എത്തിയത്. ഇയാൾ എത്തിന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിന് പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകല് വിളിക്കുമ്പോൾ സൗക്കില് എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോ ഉറങ്ങിപ്പോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇയാള് ആര് കൊണ്ടാന്ന് ഞാനറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാള് വന്ന് തന്നെ പിന്നെ ഒരു മുടിയായിട്ട പോലെ വന്നത്. ജീലാനി ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാൻ, പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാൻ ഈ എളുപ്പം കൊണ്ടാണ്. എന്നിട്ട് അയിമൽ കുറെ ആള് അതിനേക്കാളിപ്പം വലിയ സങ്കടം. അപ്പൊ അതിന് ബാക്കിയായി ആ ഭാഗം ഉപരിക്കട്ടെ, അതുകൂടി ഇട്ടാ ഉറപ്പാവൂലേ ഇവർക്കത് വിശ്വാസമല്ല. കൃത്യമായി അത് മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കാം. ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ. ഈ പറഞ്ഞ വാഴൊക്കെയും ഇവിടെ SKSSFോരോടൊക്കെ നീട്ടി വയത് പറഞ്ഞല്ലോ പേരോട്. ആ പറഞ്ഞ വാഴൊക്കെയും മൂപ്പർക്ക് നേരെ വരികയാണ് ഇവിടെ. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഇവരെ ഈ പണി അത് ഞങ്ങൾ പൊളിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പുറത്താക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ക്ലിപ്പൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് ഇവർക്കറിയാം. അപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞാലോ എന്ന് പേടിച്ചു പുറത്താക്കി. പക്ഷെ പുറത്താക്കിയപ്പോ ഞങ്ങൾ കൂടുതൽ സ്വതന്ത്രരായി. അത് ഇവര് മനസ്സിലാക്കിയില്ല. കണ്ടങ്ങള് മൂപ്പര് ഒന്നുകൂടി പറയുന്നു. ബോംബെയിൽ അംജദി എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ട്. ആർക്ക്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്. മൂപ്പര് ഇടയ്ക്ക് ജാലിയൻവാലിന്റെ അടുത്തേക്ക് പോകും. അപ്പോ പൊന്മള മുസ്ലിയാർ പറയാണ്, ഞാൻ ഓനെ വിളിച്ച് ചീത്ത പറഞ്ഞാണ്. ഷെയർ മുബാറക്കാന്ന് വിശ്വസിക്കുന്ന ഒരാൾ പോയിന് ചീത്ത പറയും. ഈ നിഫാക്ക് നോക്കുങ്ങള് ഒന്ന് വെച്ചോടുക്കും. അതിനേക്കാളിപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങള് ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ. ഇയാൾ എന്തിനാണ് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി. ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ, പൊന്മൾ ഉസ്താദ് ആ അംജദി ഞാൻ പറഞ്ഞിക്കെന്ന് പറയണ്ട, പൊന്മൾ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിരുന്നെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പോലെ.
എനിക്ക് യാതൊരു ഇതില്ല. ഞാൻ അവിടെ വെച്ച് ചീത്തറിനേക്കാണ് അജിന്നലെ ഞാൻ ഒന്നുമില്ല ഉസ്താദ്, ഞാൻ അങ്ങനല്ല ഉസ്താദ്. ഞാൻ തന്നെ കേൾക്കാൻ വഴിച്ച് ഞാൻ ചീത്തറിനേക്കാണ്. എന്നിട്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാനും നസീർ അസീരിയും ജിഷാനും SK കാരെ ചാരൻ എന്നാണ് ഇപ്പൊ ബോംബെയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ വിഷയത്തില് സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്നത് വെച്ചാൽ പൊന്മോൾ ഉസ്താദ് വരെ അത് കണ്ടു ബോധ്യപ്പെട്ടതാ. ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടുമില്ല നോക്ക്, അതിന് ബോധ്യമില്ല. കണ്ടോ, ഇതൊക്കെ വലിക്കട്ട്. ഞങ്ങൾ ഇത് പറയുമെന്ന് പേടിച്ചപ്പോഴാണ് ഞങ്ങളെ പിടിച്ചു പുറത്താക്കിയാൽ ഇതിനൊന്നും മറുപടിയില്ല. അതാ മിണ്ടാത്തത്. ഈ ക്ലിപ്പ് ഞങ്ങൾ മുഴുവൻ ഇട്ട് നിങ്ങൾ ഇതിന്റെ മുഴുവനും തൊടി. ആൺകുട്ടികളാണെങ്കിൽ കഴിയോ? ഇല്ല. നീ അതിന് ഇനി പേരോന്റെ ഭാഗത്തുനിന്ന് എടുക്ക്. പേരോട് അബ്ദുറഹ്മാൻ തഖാഫി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറാണെന്ന് പറയപ്പെട്ടതിനെ നിന്ദിച്ചാലുള്ള ശിക്ഷ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്നത് SK പോരോടാണെങ്കിലും ഏറ്റവും ഫിറ്റ് മൂപ്പർക്കാം. അതുകൊണ്ട് തന്നെ പേരോടിന് തന്നെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പൊന്മളം കൂടി വേണമെങ്കിൽ കേട്ടോട്ടെ, അത് നല്ലതാണ്. ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നിങ്ങളെ ഈ നിഫാഖുമായി കൂടുതൽ കാലം നടക്കാൻ ആദർശ രംഗത്ത് ഞങ്ങൾ അനുവദിക്കുകയില്ല. AP ഉസ്താദിനെ സുൽത്താനുൽ ഉലമാ നമ്മളവരൊക്കെ പറഞ്ഞേട്ടാല് SKSF പോലും പറയാത്ത പച്ച തോന്നിവാസം ഇയാൾ പറഞ്ഞത് ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങളെ മാന്യത കൊണ്ട് ഞങ്ങൾ ഇടാത്തതാ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവരാണ് ഇപ്പൊ സംഘടനന്റെ ആളുകൾ. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചത്. എന്തിനാ നിങ്ങൾ കുരുവട്ടൂരൊന്ന് പരിപാടി വെച്ച്? ആവശ്യമില്ലാത്ത നിങ്ങൾ എന്തിനു തോണ്ടിയിട്ട്? അപ്പൊ ഇനി ഞങ്ങൾ നിർത്തുവോ? തുടങ്ങിയാ പിന്നെ മുടങ്ങാൻ പാടില്ല എന്നല്ലേ? ഈ വഴല് നിങ്ങളൊന്ന് കേട്ടോളൂ, ഇത് നല്ല വഴല, അന്ന് കേട്ടോൾക്കൊള്ളി. ومن طعن في شعرة من شعراتك يكفر. അതേ സമയത്ത് ഓ നബിയേ, തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയിൽ നിന്ന് ഒരു മുടിയെ ഒരു മനുഷ്യൻ ആക്ഷേപിച്ചാൽ യക്ഫുറു, അവൻ കാഫിറാണ് നബിയേ. ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്തവൻ കാഫിറിന് വിധിച്ചുകൂടാ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയെ ഒരു മനുഷ്യൻ വ്യാജമുടിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ നിന്ദിച്ച് പറഞ്ഞാൽ യക്ഫുറു, അവൻ കാഫിറാകും കേട്ടോ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അതാ ലം യകുനില്ലദീന കഫറു എന്ന സൂറത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, തർക്കങ്ങൾ പലതും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ കൈവശത്തിലേക്ക് ഒരു കക്ഷികൾ ഒരു വസ്തു തന്നാൽ അതിനെ നിസ്സാരപ്പെടുത്തിയാൽ, ചോദിക്കട്ടെ, ഒരു തെളിവും അത് റസൂലുള്ളാഹിന്റേതാണെന്ന് മറുവശത്തുള്ളവർക്ക് കിട്ടിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, വൈന് സുല്ലിമ, ഞാൻ ചോദിക്കുന്നു, ഒരു ചെറിയ പോയിന്റ് അത് റസൂലുള്ളാഹിന്റേതാകാനുള്ള ഒരു സാധ്യതയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെങ്കിൽ അതിനെ ആക്ഷേപിച്ചാൽ കാഫിറാകുമെന്നല്ലേ ഇമാം റാസി പറഞ്ഞത്? ഈമാൻ കൊണ്ട് പന്താടാൻ പറ്റുമോ? ആഖിറം കൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റുമോ? അവനവന്റെ ഈമാൻ അവനവൻ കാത്തു